കോട്ടയം മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ 3 ദിവസം മുടങ്ങാതെ ഭക്ഷണ വിതരണം നടത്തുന്ന സംഘടനയാണ് എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ ഭക്ഷണ വിതരണത്തിന് ഒരു മുടക്കവും ഉണ്ടായിട്ടില്ല. ആശുപത്രിയിൽ സന്നദ്ധ സംഘടനകൾ ഭക്ഷണം വിതരണം നടത്താൻ പാടില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവന അനാവശ്യമാണെന്നാണ് ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നത്. മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ 3 ദിവസം രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്ന സംഘടനയാണ് ഏറ്റുമാനൂർ കേന്ദ്രമായിട്ടുള്ള എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ്. മുടങ്ങാതെ ഇത് കൊടുക്കുമ്പോൾ നിരവധി രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. പുതിയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ നമുക്കിപ്പം ചേരുകയാണ്. ഇപ്പോൾ ബോർഡും ബാനറുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് പുതിയ മന്ത്രിയുടെ ഉത്തരവ്. നിങ്ങൾ ദീർഘകാലമായി ഈ ഉച്ചഭക്ഷണം മുടങ്ങാതെ കൊടുക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഈ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്? ശരിക്കും ഞങ്ങൾ 10 വർഷമായിട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഓണം, ക്രിസ്മസ് ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഈ ബോർഡ് ഉള്ളതുകൊണ്ടുള്ളൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ വരുമ്പോൾ എന്നെ ഒരു ദിവസം, ഞാൻ എൻ്റെ ചെയർമാനാണ്, ഒരു ദിവസം ഒരു 8-10 പേര് എന്നെ വിളിക്കാറുണ്ട്, ചേട്ടാ ഭക്ഷണമുണ്ടോ എന്ന്. പിന്നെ അതുകൂടാതെ ഈ നമ്പർ ഇവിടെ ഉള്ളതുകൊണ്ട്, ഈ ബോർഡിൽ നമ്പറുകൾ ഉള്ളതുകൊണ്ട് രോഗികൾ ഇപ്പം തന്നെ എൻ്റെ അടുത്ത് വന്ന് ഒരാൾ രക്തം വന്ന് വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു പോയി. അകലേന്ന് വരുന്ന പത്തനംതിട്ട, അങ്കമാലി അതുപോലെയുള്ള കട്ടപ്പന ഭാഗങ്ങളിൽ നിന്ന് ഒക്കെ വരുന്ന ആൾക്കാർ ഭക്ഷണത്തോടൊപ്പം അവർ പലരും ബ്ലഡ് ആവശ്യങ്ങൾക്ക് വരുന്നുണ്ട്. അത് ഈ ബോർഡുകളിൽ നമ്പർ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടെന്ന് അറിയുന്നത്. ഈ ബോർഡിലെ നമ്പറുകളും ഈ ബോർഡ് ഉപയോഗിക്കുന്നത് കൊണ്ടും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അതേറെ പ്രയോജനപ്രദമാണെന്നാണോ? ഒത്തിരി പ്രയോജനമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മളൊരു ബംഗാളി കൊച്ചിന് മരുന്ന് മേടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഉണ്ട്, ഏകദേശം 1.5 ലക്ഷം രൂപ വരും ആ ഇഞ്ചക്ഷന്, 5 ഡോസിന്. അത് നമ്മൾ ഡോക്ടർ പറഞ്ഞ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ കൊച്ചിന് മരുന്ന് കൊടുത്തു. ഇപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡോസ് കൊടുത്തത് 5 ഡോസായിരുന്നു. അത് നമ്മൾ മേടിച്ച് കൊടുത്തു. അവരിവിടെ ചോറ് മേടിക്കാൻ വന്നപ്പം ഒരു 18 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ചോറ് മേടിക്കാൻ ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് പിള്ളേർ വരുന്നു. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ഒരാൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം. അതുപോലെ നിരവധി പേർ രക്തത്തിനും മരുന്നിന് ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കായിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ട്. ബോർഡിലെ നമ്പർ കണ്ടാണ് വിളിക്കുന്നത്? ബോർഡിലെ നമ്പർ കണ്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് ഈ ബോർഡിലെ തീയതി പ്രകാരം ഉച്ചഭക്ഷണം കൊടുക്കുന്നത്. അപ്പം ഈ ഇവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ ദിവസം മനസ്സിലാക്കാൻ സഹായകരമാണോ ഈ ബോർഡൊക്കെ? അതെ, ഇവിടെ കൊടുക്കുന്ന എല്ലാ ട്രസ്റ്റിൻ്റെ ബോർഡുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഏതൊക്കെ ദിവസം ഏതൊക്കെ നേരം ഭക്ഷണം ഇവിടെ വൈകിട്ട് കൊടുക്കുന്നവരുണ്ട്, ഉച്ചയ്ക്ക് കൊടുക്കുന്നവരുണ്ട്. അപ്പം ഞങ്ങൾ കൊടുക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഞങ്ങളും പിന്നെ DYFIയുടെ ഇതുകൊണ്ട്. നമ്മൾ നിൽക്കുന്നത് ഈ വിശാലമായ ഈ പ്രദേശത്ത് ഇപ്പോൾ നിരവധി രോഗികൾ, കൂട്ടിരിപ്പുകാർ, അവരൊക്കെ വളരെ മാനസിക പ്രയാസത്തിലും രോഗത്താൽ ബുദ്ധിമുട്ട് ഇവിടെ കഴിയുന്ന ആളുകളാണ്. അപ്പോൾ ഇവിടെ ഈ ക്രമീകരണം ഒരുക്കുന്നത് കൊണ്ട് ഇവർക്ക് വളരെ വെയിൽ കൊള്ളാതെയും മഴ കൊള്ളാതെയും ഈ ഉച്ചഭക്ഷണം വാങ്ങാൻ സഹായകരമാകുന്നുള്ളൂ. ഇതൊക്കെ ഒഴിവാക്കപ്പെടണമെന്ന് മന്ത്രി പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒഴിവാക്കരുതെന്നാണ് എൻ്റെ ഇത്. കാരണം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ്. അത് മന്ത്രി പറയുന്ന പോലെ ഒഴിവാക്കാതെ ഇത് നിലനിർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ അതിപ്പോൾ സർക്കാരല്ലേ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിവാകണമെങ്കിൽ നമുക്ക് ഒഴിവാകാം. പക്ഷേ ഇതുകൊണ്ട് ഏത് സംഘടനകൾ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിലും ആ സംഘടനകൾ രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ സൂപ്രണ്ടിൻ്റെയും പ്രിൻസിപ്പാളിൻ്റെയും പെർമിഷനോട് കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ബോർഡുള്ളപ്പോൾ ആര് ഭക്ഷണം ഏത് ദിവസം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഏത് ട്രസ്റ്റുകാരാണ് കൊടുത്തത്, അല്ല ഏത് ഗ്രൂപ്പാണ് അന്ന് കൊടുത്തതെന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉച്ചഭക്ഷണ വിതരണ കേന്ദ്രത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഈ ബാരിക്കേഡുകളൊക്കെ ഉണ്ട്. ഈ ബാരിക്കേഡുകൾ ഉള്ളതുകൊണ്ടും ഒപ്പം തന്നെ ബോർഡുകൾ ഉള്ളതുകൊണ്ടും ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഈ ബാരിക്കേഡിനുള്ളിലൂടെ വന്ന് ഉച്ചഭക്ഷണം വിതരണം ചെയ്യുന്നത് ആ ഭാഗത്താണ്. എല്ലാവിധ സംഘടനകൾക്കും നിശ്ചയിച്ച സമയത്ത് ആ ഭാഗത്താണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വളരെ സമാധാനപരമായ രീതിയിൽ ഇങ്ങനെ ഉച്ചഭക്ഷണം മേടിച്ച് മടങ്ങാൻ കഴിയും. ഇപ്പോൾ നിരവധി ആളുകൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വളരെ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന, സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയാണ് മന്ത്രിയുടെ പ്രസ്താവന കൊണ്ട് തകർക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട അഭിപ്രായം. എന്തായാലും സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.